മാണിക്കോട് മഹാശിവരാത്രി മഹോത്സവ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ MLA DK മുരളീധരൻ, സമൂഹ വിഭാഗം ഉദ്ഘാടനത്തിനെത്തിയ ഡോക്ടർ KK മനോജൻ, ആശംസകൾ അർപ്പിക്കാനെത്തിയ ശ്രീ ബാബുരാജ്, പ്രസിഡന്റ് നെല്ലനാട് ഗ്രാമപഞ്ചായത്ത്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നാട്ടുകാരെ, വീണ് കിട്ടിയ ഒരവസരമാണ് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുക എന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വെഞ്ഞാറമൂട്ടിൽ വരുന്ന പല സമ്മേളനങ്ങളിലും അറിയാതെ എന്നെ ഞാൻ ഉദ്ഘാടകനായിട്ട് വരികയാണ്. ഇപ്പോൾ വാമേണ്ണം പറഞ്ഞത് ഉദ്ഘാടനം ചെയ്തോ അതിൻ്റെയും കൂടെ പൈസ എനിക്ക് തരണം, ഇത് ഇട്ടതിന് ശേഷവും കുറച്ച് ബാലൻസ് ഉണ്ട്, അത് തന്നിട്ട് തരാം. പിന്നെ കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന എസ്കേപ്പിസൊന്നും വേണ്ട, അത് കേൾക്കാൻ കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാം തിയേറ്ററിൽ മനസ്സറിഞ്ഞ് ചിരിച്ച എൻ്റെ ഒരു ദശമൂലം ദാമുവിനെ നിങ്ങളാരും മറന്നു കാണില്ല എന്നെനിക്കറിയാം. ഇന്നും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആ പാവം ദാമുവിൻ്റെ പടമൊക്കെ വെച്ച് ട്രോളുണ്ടാക്കുന്നവരുണ്ടെന്നും എനിക്കറിയാം. അതിൽ ഏറ്റവും അധികം നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വാചകം എൻ്റെ ശിവനേ എന്നുള്ള എൻ്റെ വിളിയാണ്, അല്ലേ? എല്ലാവർക്കും അറിയാം. ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ വിളിക്കാറുള്ളത് അങ്ങനെ തന്നെ ആ സിനിമയിൽ വന്നതാണ്. അത് ഏത് ശിവനാണെന്ന് ചോദിച്ചാൽ ഈ ശിവനാണ്, മാണിക്കോട് ശിവൻ. ഓർമ്മ വെച്ച കാലം മുതൽ ഞാനും എൻ്റെ ഈ നാട് വിളിക്കുന്ന എല്ലാവരും ആശ്രമമായി കാണുന്ന ശിവൻ നമ്മുടെ മാണിക്കോട് മഹാദേവൻ. എൻ്റെ കുടുംബ വീട് ഇതിൻ്റെ തൊട്ടടുത്തായിരുന്നു കൊണ്ട് കുട്ടിക്കാലത്ത് ഈ അമ്പലമുറ്റത്ത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞത് സ്വന്തം വീട്ടുമുറ്റം പോലെയായിരുന്നു. സൈക്കിളിൽ ഓട്ടി പഠിച്ചതൊക്കെ ഈ ഒരു മുറ്റത്തും വഴി പ്രദേശത്തൊക്കെയാണ്. ആദ്യമായിട്ട് ഞാനൊരു കലാപരിപാടിക്കായിട്ട് കയറിയ ഉത്സവ സ്റ്റേജ് ഇവിടുത്തതാണ്. രാമേണനൊക്കെ അറിയാം, രാമേണനാണ്. ഞാനൊന്ന് വിളിച്ചാൽ വിളിക്കേക്കുന്ന മഹാദേവന്റെ ഈ മുറ്റത്തേക്ക് എന്നെ വിളിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് വരുന്ന ഓരോ വിളിയും ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെയും സ്വീകരിച്ച് മറ്റെല്ലാം മാറ്റിവെച്ച് ഞാൻ ഓടി വരുന്നതാണ്. നമഃശിവായ എന്ന മന്ത്രം കൊണ്ട് നമ്മുടെ ഈ വെഞ്ഞാറമൂട്, ഈ ഒരു നാടാകെ ദക്ഷിണ കൈലാസമായി മാറുന്ന കാലമാണ് ഈ കടന്നു പോകുന്ന ദിവസം. ജാതി മത വർഗവർണ്ണ ഭേദങ്ങളൊന്നുമില്ലാതെ സർവം ശിവമയമായിട്ട് മാറുന്ന മാണിക്കോട് മഹാദേവന്റെ ഈ ഉത്സവകാലം. മാണിക്കോട് എന്ന് വെച്ചാൽ മാണിക്യം വിളയുന്ന നാട് എന്നാണ് അർത്ഥം. എല്ലാവർക്കും അറിയാം. ഇവിടെയൊക്കെ പണ്ട് വൈഡൂര്യം അടിഞ്ഞിട്ടുള്ള മണ്ണാണ്. ഇഷ്ടംപോലെ കുഴികളുണ്ട്, വൈഡൂര്യ കുഴികൾ. ഭാഗ്യം ചെയ്ത മണ്ണ് എന്ന് നമുക്ക് പറയാം. നമ്മുടെ ഈ ശിവരാത്രി മഹോത്സവം എന്ന് സമൂഹ ദേശങ്ങളിലെ ഭക്തരൊക്കെ ഒഴുകിയെത്തുന്ന ഒരു വലിയ മഹാമേളയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാകാരന്മാരൊക്കെ അണിനിരക്കുന്ന വലിയൊരു ഉത്സവ മേള. നിങ്ങൾക്കറിയാമോ എന്തോ, ഈ ക്ഷേത്രത്തിന്റെ തുടക്കം നൂറ്റാണ്ടുകൾക്കും അപ്പുറത്തു നിന്നുമാണെന്ന് കഥകളിലൂടെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നൊക്കെ ഇവിടെ വലിയ കാടായിരുന്നു. അക്കാലത്ത് വടക്കു ദേശത്ത് എവിടെ നിന്നോ വന്ന ഇവിടെ താമസമാക്കിയ ഒരു യോഗീശ്വരൻ ഇവിടെ ഒരു കുടില് നിർമ്മിക്കുകയും നിത്യപൂജയ്ക്കായിട്ട് അദ്ദേഹം കയ്യിൽ കൊണ്ടുവന്ന ഒരു ശിവലിംഗം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഒരു കഥ. പിന്നീട് 18-ാം നൂറ്റാണ്ടില് ദേശിംഗനാടിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. ഈ ദേശിംഗനാടെന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദേശിംഗനാടെന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലത്തിന്റെ പഴയ പേരാണ്. കൊല്ലത്തിനെ തിരുവിതാംകൂറിലെ രാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് പോയി തോൽപ്പിച്ചിട്ട് തിരിച്ച് തിരുവിതാംകൂറിലേക്ക് വരുന്ന വഴിക്ക് ആ വഴിയോരത്ത് കാണുന്ന പഴയ ക്ഷേത്രങ്ങളെല്ലാം പുനരുദ്ധരിപ്പിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അത് യുദ്ധം ജയിച്ചതിൻ്റെ ഒരു സന്തോഷം. അതിൽ നമ്മുടെ ഈ ശിവക്ഷേത്രവും ഉൾപ്പെട്ടു. അങ്ങനെ രാജസിദ്ധികൾ നിർമ്മിച്ചവയിൽ ഒന്നായിരുന്നു നമ്മുടെ ഈ മാണിക്കോട് മഹാക്ഷേത്രം.
കാലക്രമേണ പക്ഷെ വീണ്ടും അമ്പലത്തിന്റെ കൽക്കെട്ടുകളും ശ്രീകോവിലും ഒക്കെ തകർന്നു വീഴുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഒരു രണ്ടാം പകുതി ആയപ്പോൾ നമ്മുടെ വെഞ്ഞാറമൂടൊക്കെ കാട് മാറി മെല്ലെ മെല്ലെ ചെറിയൊരു പട്ടണമായി മാറി. അപ്പോൾ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഈ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു പേരുമലയിലെ പരമേശ്വരൻ പിള്ള സാർ, മാനേജർ സാർ എന്ന പഴയ ആൾക്കാരൊക്കെ വിളിക്കുന്ന പരമേശ്വരൻ പിള്ള സാർ. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ഈ ക്ഷേത്രം വീണ്ടും പുനരുദ്ധരിക്കപ്പെടുന്നത്. നിങ്ങളിൽ പലർക്കും അറിയാത്തതായിരിക്കും, പേരുമല LP സ്കൂളിന്റെ സ്ഥാപകനും ഉടമസ്ഥനും ഒക്കെ ആയിരുന്നു സാറ്. പിൽക്കാലത്ത് അദ്ദേഹം ആ സ്കൂളും സൗജന്യമായിട്ട് നമ്മുടെ സർക്കാരിന് കൈമാറിയതൊക്കെ ഈ നാടിൻ്റെ ചരിത്രമാണ്. നമ്മളതൊന്നും മറക്കാനും പാടില്ല. ഇന്ന് കാണുന്ന ഈ ശ്രീകോവിലും നന്ദി മണ്ഡപവും ഒക്കെ മനോഹരമായ ആ താഴികക്കുടം എല്ലാം നിലവിൽ വന്നത് നിത്യപൂജകൾ ആരംഭിച്ചതുമൊക്കെ അതിന് ശേഷമാണ്. കാലം എത്ര കഴിഞ്ഞു പോയാലും എത്ര നാളിങ്ങനെ കാടുകൂടി കിടന്നെന്ന് പറഞ്ഞാലും ശക്തി ചോരാത്ത അനുഗ്രഹം കൊണ്ട് മാണിക്കോട് മഹാദേവൻ പ്രസാദിച്ചു. ഈ കാലം അത് അടിവരയിട്ട് പറയാം. മഹാദേവനെ തേടി വന്നവർ ആരും ദൈവം കൈവിട്ടിട്ടില്ല എന്നാണ് പലരുടെയും. സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുമ്പോൾ, വീട്ടിലൊരു വിവാഹം നടക്കുമ്പോൾ, പുതിയ വസ്തു വാങ്ങുമ്പോൾ, അങ്ങനെ തുടങ്ങി എല്ലാം ശിവഭഗവാന്റെ അനുഗ്രഹത്തോടെ പ്രസാദം തൊട്ട് സ്വീകരിക്കുന്നത് നമ്മുടെ ഈ നാടിന്റെ ഒരു ശീലമായി കഴിഞ്ഞിരിക്കുകയാണ്. നാടെന്നും മഹാശിവരാത്രി ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ വെഞ്ഞാറമൂടുകാർക്ക് മാണിക്കോട് മേളയാണ്. 10 നാൾ നീണ്ടു നിൽക്കുന്ന മഹാമേള. ഈ നാടിന്റെ കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങളൊക്കെ വിൽപ്പനയ്ക്ക് എത്തുന്ന, അതായത് പണ്ടൊക്കെ പുത്തരിക്കണ്ടം മൈതാനത്ത് മാത്രം കണ്ടിരുന്ന സൈസിലുള്ള വമ്പൻ കാർണിവലൊക്കെ നടക്കുന്ന ജാതിമതി വർണ്ണഭേദങ്ങളൊന്നുമില്ലാതെ മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ നമ്മളെല്ലാവരും ഒരുമിച്ചെത്തുന്ന നമ്മുടെ നാടായ വെഞ്ഞാറമൂടിന്റെ മഹാമേള 15 വർഷങ്ങളായി സമൂഹം സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനോടകം 200ഓളം പെൺകുട്ടികൾക്ക് മംഗല്യഭാഗ്യം ഈ മേളയുടെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാവും. ഒട്ടേറെ നിർധനരായ മനുഷ്യർക്ക് ചികിത്സാ സഹായ വിതരണവും നൽകി വരുന്നുണ്ട്. ഏറ്റവും അഭിമാനകരമായിട്ടുള്ള മറ്റൊരു കാര്യം, മാണിക്കോട് സദ്യ എന്ന് പറയുന്ന ആ വലിയ സമൂഹ സദ്യ, എൻ്റെ ഓർമ്മ കറക്റ്റാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2004 മറ്റുമാണ് നമ്മളിവിടെ സമൂഹ സദ്യ ആരംഭിച്ചത്. അന്നൊരു 10,000-3000 പേര് പങ്കെടുത്തിരുന്നുവെങ്കിൽ ഇന്നതൊരു 50,000 പേര് പങ്കെടുക്കുന്ന ലെവലിലേക്ക് മാണിക്കോട് സദ്യ വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാടിന് അഭിമാനമായി മാറിയ ആൾക്കാരെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നുണ്ട്. എല്ലാം ഈ മേളയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇത് നാടിൻ്റെ ഉത്സവമാണ്. ഉത്സവത്തിന്റെ ഉദ്ഘാടന ദിവസം ഇത്തവണ പ്രശസ്ത കവി ശ്രീ വി മധുസൂദനൻ നായർ സാർക്ക് കലാശ്രേഷ്ഠ പുരസ്കാരവും അതുപോലെ രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡൽ നേടിയ നമ്മുടെ നാട്ടിൻ്റെ പ്രിയങ്കരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ഷാനവാസ് IPS സാറിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരവും സമർപ്പിച്ചിട്ടുണ്ട്. രണ്ടാൾക്ക് ഞാൻ വ്യക്തിപരമായ ആശംസകൾ അർപ്പിക്കുകയാണ്. കൂടാതെ ഇന്ന് വയ്യറ്റ് സോമൻ പുരസ്കാരം നൽകി ആദരിക്കപ്പെടുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് കിടിലം ഫിറോസിനും മറ്റ് ആദരവുകൾ ഏറ്റുവാങ്ങുന്ന പ്രിയ കലാസംവിധായകൻ അരുൺ വെഞ്ഞാറമൂടിനും യുവനടി അവന്തിക സന്തോഷിനും എൻ്റെ സ്നേഹാശംസകൾ നേരുന്നു. അവന്തിക നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കലാകാരിയാണ്. അരുൺ വെഞ്ഞാറമൂടാവട്ടെ മലയാളത്തിലും തമിഴിലും വളരെ തിരക്കുള്ള കലാസംവിധായകൻ എന്ന നിലയിൽ ഞാൻ മുമ്പ് പല വേദികളിൽ കണ്ടുമുട്ടിയിട്ടുള്ള ആളാണ്, പറഞ്ഞിട്ടുള്ള ആളാണ്. മൂന്നാമത്തെ ആള് എൻ്റെ ആത്മമിത്രങ്ങളിൽ ഒരാൾ തന്നെയാണ്, കിടിലം ഫിറോസ്. എത്തിയിട്ടുണ്ടോ? ഇവർ ഇത്രയ്ക്ക് കിടിലൊക്കെ ആകുന്നതിന് മുമ്പ് ഒട്ടേറെ വേദികളിൽ മിമിക്രി, മോണോക്റ്റും പ്രസംഗ മത്സരമായിട്ടൊക്കെ നമ്മൾ ഒരുമിച്ചും സഞ്ചരിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഓരോ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഫിറോസെ അത് കിടിലമായിരുന്നടാ എന്ന് ഞങ്ങൾ പറയാൻ തുടങ്ങുന്നതിൻ്റെ ബാക്കി പത്രമാണ് ഇവൻ പിന്നീട് റേഡിയോയിൽ കയറിയപ്പോൾ കിടിലം ഫിറോസ് എന്നാക്കി മാറ്റിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
അവൻ്റെ കാലാകാലങ്ങളിലുള്ള വളർച്ചയിൽ എനിക്കുള്ള അഭിമാനം എത്ര വലുതാണെന്ന് ഈ നാട്ടിൽ പറയാൻ ഇതിലും വലിയൊരു അവസരം വേദിയോ എനിക്ക് ഇതുവരെ കിട്ടിയിരുന്നില്ല. ഞാൻ ചില കാര്യങ്ങൾ അതുകൊണ്ട് പറഞ്ഞു പറ്റുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലെ പലർക്കും ഫിറോസ് ചെയ്ത കാര്യങ്ങളുടെ നേട്ടങ്ങളുടെയും വലിപ്പം മനസ്സിലായിട്ടില്ല എന്നതും അതിനൊരു കാരണമായിട്ടുണ്ടാവും.